അങ്ങനെ വീണ്ടും ഒരു വേൾഡ് കപ്പ് തുടങ്ങാറായി. അപ്പൊ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, വേൾഡ് കപ്പിന് മുമ്പ് ഇന്റർനാഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇപ്പൊ നേടിയിരിക്കുന്ന താരങ്ങൾ അവർ എത്ര ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആ ലിസ്റ്റിൽ ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പോർച്ചുഗലിന് വേണ്ടി താരം ഇതുവരെ 136 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. താരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്ത് അത്യധികാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ 113 ഗോളുകളുമായി രണ്ടാം സ്ഥാനത്ത് മെസ്സി നിൽക്കുന്നുണ്ട്. ഇന്നടിച്ച ഗോളുകളും കൂട്ടിയിട്ടാണ് 113 നമ്മൾ ആഡ് ആക്കിയേക്കണേ കേട്ടോ. അത് പ്രത്യേകം ഓർത്തോളൂ. ഇനി മൂന്നാമത് നിൽക്കുന്നത് അലിദയാണ്. ഇറാന്റെ 108 ഗോളുകളാണ് താരം സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇതിഹാസം, നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരൻ സുനിൽ ഛേത്രിയാണുള്ളത്. സുനിൽ ഛേത്രി ആവട്ടെ മൊത്തത്തിൽ 95 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് മൊഗാർ ദഹരിയാണ്. മലേഷ്യയുടെ താരമാണ്. അദ്ദേഹം 89 ഗോളുകൾ നേടി 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. 6ാം സ്ഥാനത്ത് റൊമേലു ലുക്കാക്കു ആണ്. ബെൽജിയത്തിന്റെ 88 ഗോളുകൾ. താരം ഈ ലോകകപ്പ് കളിക്കേണ്ടത് എന്നത് ഒരു പ്രത്യേകതയാണ്. 100 ഗോളുകൾ എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അടുത്ത 7ാം സ്ഥാനത്തുള്ളത് റോബർട്ട് ലെവൻഡോസ്കി ആണ്. പോളണ്ടിന്റെ 85. പോളണ്ട് ഈ വട്ടം ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലെവൻഡോസ്കിക്ക് ഈ വട്ടം ഇനി എളുപ്പമല്ല ഗോളുകൾ നേടാൻ. ഇനി 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് അലി മഗ്ഹൂത്ത്, UAE താരമാണ്. 85 ഗോളുകളാണ് താരം നേടിയിരിക്കുന്നത്. ഇനി 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രൻസ് പുസ്കാസ് ആണ്. താരം ഹംഗറിയിലെ ഇതിഹാസ താരമാണ്. 84 ഗോളുകൾ ഹംഗറിക്ക് വേണ്ടി രാജ്യാന്തര തലത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി 10ാം സ്ഥാനം രണ്ടുപേര് ഒരുമിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഹാരി കെയ്ൻ, ഇംഗ്ലണ്ടിന്റെ നമ്പർ 9 സ്ട്രൈക്കർ, 79 ഗോളുകൾ. പിന്നെ നമ്മുടെ സാക്ഷാൽ നെയ്മർ ജൂനിയർ, ബ്രസീലിന് വേണ്ടി 79 ഗോളുകളാണ് നെയ്മർ ജൂനിയർ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇരുവരും 79 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നെയ്മർ അവസാനം 3 വർഷമായി രാജ്യാന്തര തലത്തിൽ ഒറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല എന്നത് കൂടി നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പോലും താരം 10ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ ആ താരത്തിന്റെ പ്രതിഭ നമ്മൾ കണ്ടെത്തി. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ലിസ്റ്റുകൾ. ഇനി നിങ്ങളുടെ സൂപ്പർ താരങ്ങൾ ഇത് പിന്തുടർന്നെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് എംബപ്പെ, ഫ്രാൻസിന്റെ സൂപ്പർ താരം എംബപ്പെ ഈ ലിസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കയറുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ താരം അത്രയും മനോരമ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കണേ. അതുപോലെ തന്നെ ഡെമ്പല്ലയ്ക്ക് ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇനി താരങ്ങൾ ചെറുപ്പക്കാരാണ്, വളർന്നു വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഇനി സമയം കുറെ കിടക്കണം. വിനീഷ്യസ്, അതുപോലെ നമ്മുടെ ലമിൻ യമാൽ, ഇവർക്കൊക്കെ സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കയറി വരാനുള്ള സമയമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സൂപ്പർ താരങ്ങൾ ഭാവിയിൽ ഈ ലിസ്റ്റിൽ എത്തുന്നു.